5 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് നാട്ടിൽ തന്നെയുള്ള പള്ളിയിൽ വെച്ച് അലി ലൈലയെ നിക്കാഹ് ചെയ്തു. കുറച്ച് സുഹൃത്തുക്കളും പിന്നെ ലൈലയുടെ അടുത്ത ബന്ധുക്കളും മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ. അലിയുടെ വീട്ടുകാരോ ബന്ധക്കാരോ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. അതിലൊട്ടും അലിക്ക് വിഷമവുമില്ലായിരുന്നു. കാരണം കടമകളും ബാധ്യതകളും എല്ലാം തീർത്തതിനു ശേഷമായിരുന്നു ലൈലയുടെ കാര്യം അലി വീട്ടിൽ അവതരിപ്പിച്ചത്. അപ്പോൾ 4 പേർക്കും 4 അഭിപ്രായമാണ്. അലിയുടെ ഉമ്മ സുബൈദക്കാണെങ്കിൽ ലൈലയെ മരുമകളായി അംഗീകരിക്കാൻ ഒട്ടും താല്പര്യവുമില്ല. ലൈലയെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന ഉറച്ച തീരുമാനമെടുത്ത അലിയോട് പിന്നെ അവർക്കൊന്നും പറയാൻ പറ്റാതെയായി. ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഉമ്മയും ബന്ധക്കാരും അവസാന ശ്രമം പോലെ ലൈലയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞങ്ങളാരും അതിൽ പങ്കെടുക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലെത്തി. അതോടെ അലിയും ഉമ്മയടക്കമുള്ള ബന്ധുക്കളുടെ കാര്യം പാടെ അവഗണിച്ചു വിട്ടു. ഒളിയും മറയും ഒന്നുമില്ലാതെ അലി നേരെ പോയി ലൈലയുടെ വീട്ടുകാരോട് കാര്യം പറഞ്ഞപ്പോൾ അവർക്കെല്ലാം പൂർണ്ണ സമ്മതമായിരുന്നു. വിവാഹം ചെറിയ രീതിയിലാണെങ്കിലും വളരെ ഗംഭീരമായി തന്നെയായിരുന്നു നടന്നത്. വിവാഹശേഷം ഒരു രാത്രി ലൈലയുടെ വീട്ടിൽ തങ്ങിയതിനു ശേഷമായിരുന്നു അലി ലൈലയെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് മടങ്ങിയത്. ബൈക്കിലായിരുന്നു അവരുടെ യാത്ര. ലൈലയുടെ കൈകൾ അലിയുടെ വയറിനു മുകളിലൂടെ ചുറ്റിപ്പിടിച്ചു. അലി എന്തോ ഓർത്തെന്ന പോലെ പുഞ്ചിരിച്ചുകൊണ്ട് ആ പെണ്ണിന്റെ കൈകൾക്കുമേൽ അവന്റെ കൈകൾ കൊണ്ട് തഴുകിക്കൊണ്ടിരുന്നു. പേടിയുണ്ടോ? അലി ബൈക്ക് ഓടിക്കുന്നതിനിടയിൽ ചോദിച്ചു. നല്ലോണം പേടിയുണ്ട്. കൂടെ ഞാനില്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ? ലൈലയുടെ കയ്യിൽ അവൻ വാത്സല്യത്തോടെ ഒന്ന് നുള്ളിയപ്പോൾ ലൈല അവനെ ഒന്നുകൂടി വരിഞ്ഞു ചുറ്റി. സുബൈദയും അലിയുടെ 2 പെങ്ങന്മാരൻ നിതയും ഷാനിദയും കൂടെ ഉപ്പയും മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അലിയെയും ലൈലയെയും ഒരുമിച്ചു കണ്ട സുബൈദയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ വീർത്തു വന്നു. നിതയും ഷാനിദയും അവരുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഇറങ്ങിയ സമയത്തായിരുന്നു അലി ലൈലയെയും കൂട്ടി അവിടേക്ക് വന്നത്. ലൈലയെ കണ്ടപാടെ അവരുടെ ചുണ്ടുകൾ പുച്ഛത്തോടെ കോടിപ്പോയി. ഇങ്ങനെ പല കോഷ്ടികളും കാണിച്ചാരും ബുദ്ധിമുട്ടണ്ട. ഇതെനിക്ക് കൂടി അവകാശപ്പെട്ട വീടാണ്. അതുകൊണ്ട് എന്റെ കൂടെ ലൈലയും ഇവിടെ ജീവിക്കും. അലി ലൈലയുടെ കയ്യിൽ പിടുത്തമിട്ടപ്പോൾ അവൾ പേടിയോടെ ഒരു മാത്ര എല്ലാവരെയും ഒന്ന് നോക്കി. പേടിക്കാതെ വാ. അലി ലൈലയെയും കൊണ്ട് വീടിനുള്ളിലേക്ക് പോയി. കണ്ടില്ലേ ഓന്റെ ഒരു മൂപ്പ്, നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഓനോട്? സുബൈദ അരിശത്തോടെ തന്റെ ഭർത്താവായ അഷ്റഫിന്റെ നേർക്ക് ചാടി. ഇവിടൊക്കെ ഈയല്ലേ, അന്റെ ഭരണല്ലേ, ഞാനെന്ത് പറയാനാ? അഷ്റഫ് ഉദാസീനതയോടെ കൈമലർത്തിക്കൊണ്ട് അകത്തേക്ക് പോയി. സുബൈദ ദേഷ്യം കൊണ്ട് വിറച്ചു. ഉമ്മ, നിങ്ങൾ സമാധാനിക്ക്. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളിങ്ങ് വരാം. വന്ന പോലെ ആ പെണ്ണിനെ തിരിച്ചോടിക്കാനുള്ള വഴി നമുക്കുണ്ടാക്കാം. നിതയും ഷാനിദയും ഒരേ മനസ്സോടെ സുബൈദയെ സമാധാനിപ്പിച്ചപ്പോഴായിരുന്നു ഉള്ളിലെ ദേഷ്യത്തിന്റെ കനൽ അല്പമെങ്കിലും അണഞ്ഞത്. ഷാനിദയും നിതയും അവിടെ നിന്നും പോയതിനു ശേഷം സുബൈദയും വീടിനകത്തേക്ക് കയറിപ്പോയി. അലിയുടെ അടച്ചിട്ട മുറിയുടെ വാതിലിലേക്ക് ഒരു മാത്ര നോക്കിയ ശേഷം സുബൈദ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. ലൈല, അലി മൃദുവായ അവളെ വിളിച്ചുകൊണ്ട് അടുത്തിരുന്നു. ആ പെണ്ണിന്റെ മിഴികൾ ചുവന്നു കലങ്ങിയിരുന്നു. ഇത് കാണാനല്ല ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. കവിളിലേക്കിറങ്ങിയ ഒരു തുള്ളി കണ്ണുനീർ അലി കൈ നീട്ടി തുടച്ചുകൊണ്ട് ആ പെണ്ണിനെ വാത്സല്യത്തോടെ നോക്കി. അവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവന്റെ തോളിലേക്ക് ചാരിക്കിടന്നു. അലി ലൈലയുടെ നെറുകയിൽ ഏറെ നേരം തഴുകിക്കൊണ്ടിരുന്നു. ഉമ്മ, ചായതാ. ഉമ്മറത്തിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരുന്ന അഷ്റഫിന് ചായ കൊടുത്ത് തിരിഞ്ഞപ്പോഴായിരുന്നു സുബൈദ അവിടേക്ക് വന്നത്. ലൈല സ്നേഹത്തോടെ അവർക്ക് നേരെ ഒരു കപ്പ് ചായ നീട്ടി. സുബൈദ ഒട്ടും താല്പര്യമില്ലാതെ മുഖം കനപ്പിച്ചുകൊണ്ട് തന്നെ കപ്പ് വാങ്ങി അഷ്റഫിനടുത്തിരുന്നു. ലൈല ഒരു നിമിഷം അവരെ നോക്കി നിന്നതിനു ശേഷം ഒരു പുഞ്ചിരിയോടെ അടുക്കളയിലേക്ക് തിരികെ പോയി. എല്ലാവർക്കും കൊടുത്തു, എനിക്ക് മാത്രം കിട്ടിയില്ല. പാചകത്തിലായിരുന്ന ലൈലയെ ചുറ്റിപ്പിടിച്ച് മുഖം ആ പെണ്ണിന്റെ കഴുത്തുടിക്കിലേക്ക് വെച്ചുകൊണ്ട് അലി പതിയെ പറഞ്ഞു. ആദ്യം പോയി ബ്രഷ് ചെയ്ത് വാ, നാറിയിട്ട് വയ്യ. അവന്റെ കൈകളിൽ നിന്ന് സ്വതന്ത്രമായിക്കൊണ്ട് തെല്ലൊരു ദേഷ്യം അഭിനയിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അലി കൊച്ചുകുട്ടിയെപ്പോലെ മുഖം കാണിപ്പിച്ചു. അച്ചോടാ, വാവ അപ്പോഴേക്കും പിണങ്ങിയോ? അവന്റെ കവിളിൽ കൈ കുത്തിക്കൊണ്ട് അവൾ പുഞ്ചിരിച്ചു. അലി അറിയാതെ ചിരിച്ചുപോയി. ഒരാഴ്ചയ്ക്ക് ശേഷം അലി വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. കോഴിക്കോടുള്ള വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിരുന്നു അവൻ. നാട്ടിൽ നിന്നും 1 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം അവിടെ എത്താൻ. പ്രഭാത ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോക്ക്. ലഞ്ചിനുള്ളത് ലൈല പാക്കാക്കി കൊടുത്തുവിടും. പതിവ് പോലെ അന്നും അലിയെ ജോലിക്ക് വിട്ട് റൂമിലേക്ക് പോവാൻ ഒരുങ്ങുമ്പോഴായിരുന്നു നിതയും ഷാനിദയും ഓട്ടോയിൽ അവിടേക്ക് വന്നത്.
സുബൈദയ്ക്ക് അതിയായ സന്തോഷം തോന്നി. ലൈല അവരെ സ്നേഹത്തോടെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു. ഓ, ഈ ക്ഷണിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇതിനുള്ളിലേക്ക് കയറാൻ. നിത ചിറികോട്ടി ലൈലയെയും അവഗണിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോയി. ലൈലയ്ക്ക് നേരിയ വിഷമം തോന്നിയെങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല. ഇതെന്താ ഉമ്മ, ഇവിടെ മാറാലയൊന്നും അടിക്കാറില്ലേ? വീട് മൊത്തം നാശായിക്കല്ലോ. ഷാനിദ ഉമ്മയോട് ഉറക്കെ അത് ചോദിക്കുമ്പോൾ ലൈല അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആര് ചെയ്യാനാ മോളെ, എനിക്കാണെങ്കിൽ തീരെ വയ്യ. പിന്നെ മരുമോളോട് എന്തേലും ചെയ്യാൻ പറയാന്ന് വെച്ചാ അലി സമ്മതിക്കൂ? സുബൈദ പരിഹാസത്തോടെ ലൈലയെ നോക്കി. അവൾക്ക് സങ്കടം തോന്നി. അതെന്താ ഉമ്മ അങ്ങനെ? അവൾ ഇവിടെ ചില്ലിട്ട് വെക്കാൻ കൊണ്ടുവന്നതാണോ? നിത സുബൈദയെ നോക്കിയപ്പോൾ അവർ കൈമലർത്തി. ലൈല, എനിക്ക് പൊടി ഭയങ്കര അലർജിയാ, നീ ഒന്ന് മൊത്തം വൃത്തിയാക്ക്. നിത ലൈലക്ക് നേരെ ചൂൽ നീട്ടി. അവൾ ഒന്നും പറയാതെ അത് വാങ്ങി വൃത്തിയാക്കാൻ ഒരുങ്ങി. മൂവരും പരസ്പരം നോക്കി ഗൂഢമായി ചിരിച്ചു. അലി വീട്ടിലില്ലാത്ത സമയങ്ങളിൽ ലൈലയെ മാനസികമായും ശാരീരികമായും അവർ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ഒരു ദിവസം ലൈല അടുപ്പിൽ നിന്നും ചുടുവെള്ളം ഇറക്കി വെക്കുന്ന സമയത്ത് നിത പിന്നിൽ നിന്നും ഒരൊറ്റ തട്ട്. പെട്ടെന്നായതിനാൽ അവൾക്ക് പിടുത്തം കിട്ടിയില്ല. ചെമ്പ് കയ്യിൽ നിന്നും ദൂരേക്ക് തെറിച്ചു വീണു. ആ സമയത്ത് അവിടേക്ക് വന്ന സുബൈദയുടെ കാലിലേക്കാകെ വെള്ളം തെറിച്ചു. അല്ലോ, ഓടി വരി, എന്നെ വിള് കൊല്ലുന്നേ! സുബൈദ ആർത്തു കരഞ്ഞു. ശബ്ദം കേട്ട് ഷാനിദ അവിടേക്ക് വന്നു. രൂക്ഷമായി ലൈലയെ ഒന്ന് നോക്കിയ ശേഷം ഒന്നും പറയാതെ ഷാനിദയും നിതയും സുബൈദയെ താങ്ങിപ്പിടിച്ചു അകത്തേക്ക് കൊണ്ടുപോയി. ലൈലയ്ക്ക് ആകെ വെപ്രാളം തോന്നി. ഉമ്മാ, വല്ലതും പറ്റിയോ? ലൈല സങ്കടത്തോടെ അവർക്ക് പിറകെ ചെന്നപ്പോൾ നിത അവളെ അവിടെ നിന്നും രോഷത്തോടെ ആട്ടിപ്പായിച്ചു. ലൈല കരഞ്ഞുകൊണ്ട് തന്റെ റൂമിലേക്ക് ഓടിപ്പോയി. നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാ മതിയല്ലോ, ഉമ്മാന്റെ കാര്യം എന്തിനന്വേഷിക്കുന്നേ? അലി ജോലി കഴിഞ്ഞു വന്നപ്പോഴായിരുന്നു സുബൈദയ്ക്ക് വെള്ളം മറിഞ്ഞു പൊള്ളിയ കാര്യം അറിഞ്ഞത്. അതന്വേഷിച്ചു വന്ന അലിയോട് നിത ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ ആകെ വല്ലാതായി. എന്താ കാര്യം? അലി ഉമ്മക്കടുത്തായിരുന്നു പതിയെ അവരുടെ ദേഹത്ത് കൈവച്ചു. ഒരു വലിയ പൊട്ടിക്കരച്ചിലോടെ സുബൈദ തന്റെ നാട്യത്തിന് ആദ്യ തിരികൊളുത്തി. അവള് ചെയ്തതാ. ആര്? നിങ്ങളെ പുന്നാര ഭാര്യ. മറുപടി നൽകിയത് ഷാനിദയായിരുന്നു. അവന്റെ നെറ്റി ചുളിഞ്ഞുപോയി. സത്യമാ മോനെ, നീ ഇല്ലാത്തപ്പോ അവള് വീട്ടിൽ കാട്ടിക്കൂട്ടുന്നതൊന്നും നീ അറിയാഞ്ഞിട്ടാ. സുബൈദ വിതുമ്പിപ്പോയി. അലിക്ക് ഒട്ടും വിശ്വാസം വന്നില്ല. ഇന്ന് ഞാൻ പാത്രം കഴുകാൻ പറഞ്ഞപ്പോ എന്റെ ദേഹത്തേക്ക് പതച്ച വെള്ളം ഒഴിച്ച്. ഉള്ളിലെ ആനന്ദം മറച്ചു വെച്ചുകൊണ്ടവർ പറഞ്ഞു. അലി സ്വയം അറിയാതെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് പോയി. നീ വേണമെങ്കിൽ അടുക്കളയിൽ പോയി നോക്ക്, ആകെ നാശായി കിടക്കുക. ഒരു പണിയും ചെയ്യില്ല, എല്ലാം ഞാൻ ചെയ്യണം. എനിക്ക് വയസ്സായില്ലേ, അത്രയൊക്കെ അല്ലേ പറ്റൂ. അവളോട് പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ? സുബൈദയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി വന്നു. അവൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ഉമ്മയ്ക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും ഒരു വാക്കുപോലും മുഖം കറുപ്പിച്ചുമ്മ അവളോട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ സാധിച്ചു? അലിക്ക് ലൈലയോട് ദേഷ്യം തോന്നി. ഇവിടെ എത്രയൊക്കെ നടന്നിട്ടും നീ ഫോണ് കുത്തിയിരിക്കുകയാണല്ലേ? അലി അവിടേക്ക് കയറി വരുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുൻപ് മാത്രമായിരുന്നു ലൈല മൊബൈൽ എടുത്തത്, അതും അവളുടെ ഉമ്മ വിളിച്ചിട്ട്. പക്ഷെ കുറച്ചു മുൻപേ ഉമ്മ പറഞ്ഞതെല്ലാം ഓർമ്മയിലേക്ക് വന്ന അലി ആ പെണ്ണിനെ തെറ്റിദ്ധരിച്ചുപോയി. അലിയുടെ ഭാവമാറ്റം കണ്ട ലൈല ഒന്നും പറയാനാവാതെ അമ്പരന്ന് നിന്നുപോയി. സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നീ ഇത്രയ്ക്കും ക്രൂരയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ദേഷ്യത്തിന്റെയും സങ്കടത്തിന്റെയും സമ്മിശ്ര ഭാവങ്ങളിലൂടെ അവൻ ഒരേ നിമിഷം കടന്നുപോയി. ലൈല സ്തബ്ധയായി എല്ലാം കേട്ടിരുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് കരുതി എന്റെ കൂടപ്പിറപ്പുകളെ വെറുക്കുന്നു എന്നല്ല അതിനർത്ഥം. എന്റെ എല്ലാ തോന്നിവാസത്തിനും ഞാൻ കൂടെ നിൽക്കുമെന്നാണോ നിന്റെ വിചാരം? അലി മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവളെ നോക്കി. അപ്പോഴും അവളൊന്നും മിണ്ടിയില്ല. എന്തു പറഞ്ഞിട്ടും മരപ്പാവ പോലെ ഉറച്ചു നിൽക്കുന്നവളെ കാണെ അവന്റെ ദേഷ്യം ഇരട്ടിച്ചു. അലി ദേഷ്യത്തോടെ വാതിൽ വലിച്ചടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ലൈല നിശ്ചലയായി അവിടെ തന്നെ നിന്നുപോയി. എല്ലാം ഞാൻ തുറന്നു പറയണമായിരുന്നു. വീട്ടുകാർ തമ്മിൽ ഒരു തർക്കമുണ്ടാവരുതെന്ന് കരുതിയാണ് എല്ലാം സഹിച്ചത്. അതെല്ലാം തെറ്റായിപ്പോയി. ലൈല വിഷമത്തോടെ ബെഡിലേക്കിരുന്നു പോയി. ലൈലയും അലിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ സുബൈദയും നിതയും ഷാനിദയും ലൈലയിൽ നിന്നും അലിയെ പിരിക്കാനുള്ള ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്നു. അതിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു. ലൈല അലിയുടെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഒരുപാട് ശ്രമം നടത്തിയെങ്കിലും വിഫലമായി. മാസങ്ങൾ കഴിഞ്ഞിട്ടും ലൈല ഗർഭിണിയായില്ലെന്ന് മനസ്സിലാക്കിയ സുബൈദ അവൾക്കെതിരെ അടുത്ത അസ്ത്രം എഴുതു തുടങ്ങി. ഇനി ലൈല ഗർഭിണിയാവില്ലെന്നും അവൾ ഒരു വന്ധ്യയായ പെണ്ണാണെന്നും സുബൈദ നിരന്തരം അലിയോട് പറഞ്ഞുകൊണ്ടിരുന്നു. അലിക്ക് ലൈലയോട് മടുപ്പും വെറുപ്പും തോന്നി. ആ വലിയ വീടിനുള്ളിൽ അവഗണനകളും കുറ്റപ്പെടുത്തലുകളും സഹിച്ചവൾ പ്രാർത്ഥനയോടെ ജീവിച്ചു. ഇതിനിടയിൽ സുബൈദ അലിയോട്
അലിയോട് മറ്റൊരു വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ആദ്യമൊക്കെ വിസമ്മതിച്ച അലി പിന്നീട് സുബൈദയുടെ സ്വാധീനത്താൽ മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ ലൈല ഹൃദയം പൊട്ടിക്കരഞ്ഞു. പക്ഷേ അലി ആ പെണ്ണിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും തയ്യാറായില്ല. അത്രമാത്രം അവൻ അവളിൽ നിന്നും അകന്നിരുന്നു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. അലി റൂമിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ലൈലയുടെ മുഖം ഒരു വിങ്ങലായി ഹൃദയത്തിൽ നിറഞ്ഞു. "ഹിക്ക മറ്റൊരാളുടേതാകുന്നത് കാണാൻ എനിക്ക് കഴിയില്ല" എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ അവന്റെ ഹൃദയവും മനസ്സും എന്നേക്കുമായി മരവിച്ചു പോയിരുന്നു. ലൈലയെ ഒഴിവാക്കണമെന്ന് ഒരിക്കൽ പോലും അലി ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ലൈല അലിക്കൊപ്പം നിൽക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ ആത്മാഭിമാനമുള്ള പെണ്ണാണ്. അവന്റെ ഉള്ളിൽ നിന്നും ആരോ ഒരാൾ പറഞ്ഞു. നാളെ മറ്റൊരു പെണ്ണ് തന്റെ ഭാര്യയായി ഇവിടേക്ക് വരുമെന്നോർത്തപ്പോൾ അലി അസ്വസ്ഥനായി. ഉറക്കം വരാതെ വീടിനുള്ളിലൂടെ തലങ്ങും വിലങ്ങും നടന്നുകൊണ്ടിരുന്നു. എന്തായാലും നമ്മുടെ പ്ലാൻ ഒക്കെ സക്സസ് ആയി. നിത പറഞ്ഞത് കേട്ട് ഷാനിദ പൊട്ടിച്ചിരിച്ചു. "ശരിയാ, ആ പെണ്ണിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ പെട്ടൊരു പാട്." ഷാനിദ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. "അലിയോട് സത്യങ്ങളെല്ലാം ആ പെണ്ണ് തുറന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ. അവനതൊന്നും വിശ്വസിക്കില്ല. കാരണം അതിനു മുമ്പേ എന്നെ അവൾ പൊള്ളിച്ചെന്ന് പറഞ്ഞ് നമ്മൾ അവനെ വരുതിയിലാക്കിയല്ലോ." സുബൈദയുടെയും ഷാനിദയുടെയും നിതയുടെയും കൂട്ടച്ചിരി മുഴങ്ങി. ഒരു ചുമരിനപ്പുറം ഇതെല്ലാം കേട്ടുനിന്ന അലി ഞെട്ടിവിറച്ചുപോയി. അവൻ ലൈലയെ ഓർത്ത ആ നിമിഷം വാ പൊത്തി കരഞ്ഞുപോയി. അവൾ എന്തെല്ലാം സഹിച്ചതിനു ശേഷമാണ് ഇവിടെ നിന്നും പുറത്തേക്കിറങ്ങിപ്പോയതെന്നോർത്തപ്പോൾ അവനുള്ളിൽ വല്ലാത്ത കുറ്റബോധം തോന്നി. എത്രയും പെട്ടെന്ന് ലൈലയെ കാണാനും ചേർത്ത് പിടിക്കാനും അവൻ ഒരുപാട് കൊതി തോന്നി. പിന്നീടൊരു നിമിഷം പോലും അവൻ അവിടെ നിന്നില്ല. എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞവൻ ലൈലയ്ക്കു മുമ്പിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുമ്പോൾ തന്റെ പ്രാണനേക്കാൾ പ്രണയിച്ചവനെ അവൾ തേങ്ങലോടെ ചേർത്ത് പിടിച്ചു. പിറ്റേന്ന് രാവിലെ അലിയെ കാണാതെ സുബൈദയും കുടുംബവും ആളുകൾക്കു മുൻപിൽ വിളറി വിയർത്തു. അലി ലൈലക്കടുത്തേക്ക് പോയെന്നും ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്നും അറിഞ്ഞ നാട്ടുകാർ സുബൈദയെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തു. അലി വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ നല്ലൊരു തുക നഷ്ടപരിഹാരം വാങ്ങി അവിടെ നിന്നും പോയി. "നീ ചെയ്തതിനൊക്കെ നിനക്ക് തിരിച്ചു കിട്ടി" എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവായ അഷ്റഫ് സുബൈദയെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും തയ്യാറാവാതെ വീടിനുള്ളിലേക്ക് പോയി. സുബൈദ നാണം കെട്ട് ആ വിവാഹ പന്തലിൽ തളർന്നിരുന്നു പോയി. ഒപ്പം 2 പെൺമക്കളും.